നമ്മൾ കഴിഞ്ഞ ദിവസം CAD ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരുന്ന ഒരു കമൻ്റായിരുന്നു, രാജസേനൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ സ്വപ്നലോകത്തെ ബാലഭാസ്കരനാണെന്നാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചും ചെറിയൊരു ഇൻസിഡൻറ്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഏകദേശം ഒരു 16ഓളം സിനിമകളാണ് രാജസേനും ജയറാം കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ കടിഞ്ഞൂൽ കല്യാണം മുതൽ അവസാനം വരെ എനിക്കൊണ്ട് കനകസിംഹാസനം വരെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ 1-2 സിനിമകൾ ഒഴിച്ച് ബാക്കിയൊക്കെ വിജയം തന്നെയായിരുന്നു. അല്ലെങ്കിൽ മേലെപ്പറമ്പിലാണ് വീടും, അനിയമ്പാവ ചേട്ടമ്പാവ, അല്ലെങ്കിൽ അയത്തദ്ദേഹം, കഥാനായകൻ, ഇങ്ങനത്തെ സിനിമകളെക്കുറിച്ചൊക്കെ പല ചർച്ചകൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അധികം പേര് ചർച്ച ചെയ്യാത്ത ഒരു സിനിമയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. അത് ശരിക്കും നല്ലൊരു രസകരമായ സിനിമ. പക്ഷേ ഈ മറ്റ് സിനിമകൾ പോലെ അങ്ങനെ ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം ചർച്ചകൾ വന്നിട്ടില്ല. ആ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അല്ല. അതിൽ നമുക്കറിയാം, രാജസേനൻ്റെ സിനിമകളിൽ രാജസേനൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് ദിലീപ് അഭിനയിക്കുന്ന സിനിമയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. അതിന് മുമ്പ് ദിലീപ് അഭിനയിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ജയറാമും ദിലീപും കൂടി അതിന് മുമ്പ് അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ ഒരുമിച്ച് അങ്ങനെ ഒരു സിനിമയിൽ എന്തോ സുദിനം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപ് അത്യാവശ്യം ഒരു നായകനായിട്ടും ഒരു നടനായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കയറി വരുന്ന ഒരു സമയത്തായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ശരിക്കും ആ വേഷത്തിൽ മറ്റൊരു നടനായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ്, അദ്ദേഹമാണ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് അന്ന് രാജസേന നമുക്കറിയാം ഒരു വർഷം 2-3 സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ ജയറാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും. അങ്ങനെ ചെയ്താണ് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം, വാർദ്ധക്യ പുരാണം, ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു 95 അവസാനം, എനിക്ക് തോന്നുന്ന ഒരു ക്രിസ്മസ് സീസണിലാണ് റിലീസാവുന്നത്. അതേ സമയത്ത് തന്നെ ജയറാമിൻ്റെ പുതുക്കോട്ട പുതുമണവാളൻ സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് ക്ലാഷ് ആയതാണെന്ന് തോന്നുന്നു. ബിജു മേനോനാണ് സത്യഭാമയ്ക്ക് പ്രേമലേഖനം ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ശേഷം രാജസേന ഒട്ടനെ വിഷുവിന് അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അന്ന് രാജസേനൻ്റെ സിനിമകളിൽ സ്ഥിരമായ സാന്നിധ്യമായിരുന്നു ഒരു നടൻ. ആ നടനാണെന്ന് എനിക്കറിയില്ല. ആ ഒരു നടനെ അവർ അപ്രോച്ച് ചെയ്തപ്പോൾ ആ നടൻ എന്തോ റെമ്യൂണറേഷൻ കുറച്ച് കൂടുതൽ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 75,000 1 ലക്ഷം അങ്ങനെ എന്തോ ആണ്. 75,000 രൂപയാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. അന്നത് വലിയൊരു തുകയാണ് 75,000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് ആക്ടർക്ക്. പക്ഷേ അദ്ദേഹം അന്ന് 50,000 രൂപ കൂടുതൽ എന്തോ ചോദിച്ചു. ആ ലാസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞു, ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് റെഡി ആവാൻ സമയപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, കൺട്രോളർ പറഞ്ഞു, അയാളുടെ അടുത്ത് പറ ഒരു 25,000 കൂടി തരാം എന്ന് പറഞ്ഞു. 1 ലക്ഷം വരെ എന്തോ അവർ കൊണ്ടെത്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് പോരാ വീണ്ടും. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ സിനിമ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം റെമ്യൂണറേഷൻ കൂടുതൽ ചോദിച്ചത്. പൊതുവെ നടന്മാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണെന്നൊക്കെ സിനിമയ്ക്കകത്തുള്ള പല കഥകളുണ്ട്. അതായത് വലിയ പ്രതിഫലം ചോദിക്കുന്നത് അത് ഒഴിവാക്കാനാണ്. അതന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഷൂട്ടിങ്ങൊക്കെ ഫിക്സായി തിയേറ്ററിൻ്റെ ചാർട്ട് ചെയ്തു, പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർ ദിലീപിൻ്റെ കാര്യം ഓർത്തത്. ദിലീപ് വന്ന് സല്ലാപം എന്ന് പറയുന്ന സിനിമ, അതായത് അതുവരെ ദിലീപ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് വന്ന് സല്ലാപത്തിൽ നായകതുല്യമായൊരു വേഷം ചെയ്യുകയാണ്. സല്ലാപത്തിൻ്റെ ലൊക്കേഷനിൽ ഇവർ ഷൊർണൂർ പോകുന്നു, കൺട്രോളറുകാർ പോകുന്നു, സംസാരിക്കുന്നു. കേട്ടപ്പോൾ തന്നെ ദിലീപ് പറഞ്ഞത്, ഇവർക്കൊരു സംശയം ഉണ്ട്, അങ്ങനെ ദിലീപ് ഇപ്പോൾ നായകനെ കേട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിൽ ജയറാമിൻ്റെ ഡ്രൈവറായിട്ടാണ് നമുക്കറിയാം. എനിക്കൊന്ന് ഗോപാലകൃഷ്ണനോ കൃഷ്ണൻകുട്ടി, ഞാൻ മറന്നുപോയി, അങ്ങനെ എന്തോ ഒരു കഥാപാത്രമാണ് അതിൽ ദിലീപിൻ്റെ. അപ്പോൾ നാരായണൻകുട്ടി എന്നാണെന്ന് പറഞ്ഞു, നാരായണൻകുട്ടി. എന്നിട്ട് അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞു, എനിക്ക് രാജസേനൻ ജയറാം കൂട്ടുകെട്ടിൽ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് നോക്കണം, എൻ്റെ ഒരു ആഗ്രഹം, ഡ്രീമാണത്, ഞാൻ അഭിനയിച്ചിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നായകനായിട്ട് എനിക്കതൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ റെമ്യൂണറേഷൻ്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, പൈസയും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി. എന്നിട്ട് അന്ന് മറ്റേ നടന് ഇവർ ചോദിച്ചത്, അല്ലെങ്കിൽ ആ നടന് കൊടുക്കാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ കുറവാണെന്ന് ദിലീപിന് കൊടുത്തത്. അപ്പോൾ ആ നടൻ അന്ന് ദിലീപിനേക്കാളും താരമൂല്യം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. എന്നിട്ട് ദിലീപ് വന്നു, നമുക്കറിയാം നാരായണൻകുട്ടി, അതിൽ എനിക്ക് തോന്നുന്നു ഒരു പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സീനിൽ ഞാൻ ഈ വീട്ടിലെ കുട്ടിയാടാ നാരായണൻകുട്ടി എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ദിലീപ് ഇളക്കി ചെയ്ത്, അതായത് ദിലീപിൻ്റെ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെയാണ് അന്ന് ജയറാമിൻ്റെ കൂടെയൊക്കെ തകർത്ത് അഭിനയിച്ചതാണ്. ആ സിനിമ അന്ന് 96 വിഷുവിന് സല്ലാപവും ഈ പറയുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയുണ്ട്, ഒപ്പം ഈ പറയുന്ന സ്വപ്നത്തോൽ ബാലഭാസ്കരനുണ്ട്. കുറേ സിനിമകൾ അന്ന് വിഷു സീസണിലുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ 2 സിനിമകൾ അന്ന് വന്നു. പിന്നീട് നമുക്കറിയാം സല്ലാപം ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടും ദിലീപ് തൂവൽ കൊട്ടാരത്തിൽ ജയറാമിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ദിലീപിൻ്റെ ഒരു സെൻസിനെ കുറിച്ച് എനിക്ക് ഈ ഒരു വാർത്ത അന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ദിലീപ് അപ്പോൾ ഒരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീപിന് ഇന്ന് നമുക്കറിയാം ചിലപ്പോൾ എത്ര നടന്മാർ അങ്ങനെ ഒരു നായകനായി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് റോളുകളൊക്കെ ചെയ്യാൻ വളരെ അപൂർവ നടന്മാരെ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷേ
ദിലീപ് അന്ന് ജയറാമിൻ്റെ ഡ്രൈവർ, ഇപ്പുറത്ത് നായകനായിട്ട് സല്ലാപം കഴിഞ്ഞാൽ ദിലീപിന് അറിയാം സല്ലാപം ഹിറ്റാവും, ഞാൻ വീണ്ടും ഞാൻ നായകനായിട്ട് എനിക്കൊരു ഗ്രോത്ത് വരും. അപ്പോഴും പക്ഷേ പോയിട്ട് ഒരു ഇമേജ് ഒന്നും നോക്കാതെ ജയറാമിൻ്റെ ഡ്രൈവറുടെ വേഷം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ചില എക്സ്പീരിയൻസുകൾ നമ്മളോട് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നിരിക്കുന്ന സിനിമകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നിങ്ങളുടെ അറിവുകളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്കും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു രസകരമായിട്ടുള്ള ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.